നസ്രം, ഈ തെരഞ്ഞെടുപ്പിൽ LDF അധികാരത്തിൽ വരും എന്ന് പറഞ്ഞവരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. തെരഞ്ഞെടുപ്പ് തീയതിയായ 9-ാം തീയതി വരെ LDF തന്നെ വീണ്ടും ഭരണം നിലനിർത്തും എന്ന് പറയാൻ മത്സരിക്കുകയായിരുന്നു സോഷ്യൽ മീഡിയ ബുദ്ധിജീവികൾ. എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഇടതു ബുദ്ധിജീവികളും സൈബർ ഇടങ്ങളുമൊക്കെ നിശബ്ദരായി. പിണറായിക്ക് പകരം ശൈലജ ടീച്ചറോ മറ്റൊരു നേതാവോ ആയിരുന്നു മുമ്പിൽ നിന്നതെങ്കിൽ ജയിക്കുമായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ വലിയ ക്ഷീണമാണ് എന്ന് പറയുന്നവരുടെ എണ്ണം പെരുകി വരുന്നു. ശൈലജ ടീച്ചറിനെ എന്തിന് നാട് കടത്തി? പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബിക്ക് എന്തുകൊണ്ട് ശബ്ദമില്ലാതായി? എന്തുകൊണ്ട് ജനപിന്തുണയുള്ള നേതാക്കളൊക്കെ അകറ്റി നിർത്തി? തുടങ്ങിയ ചോദ്യങ്ങളുമായി സഖാക്കൾ തന്നെ രംഗത്ത് വരുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ UDFിൻ്റെ വിജയവും LDFിൻ്റെ പരാജയവും ഉറപ്പാണെന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം അനുദിനം പെരുകി വരുന്നു. ഇനി ഫലം വരാൻ 2 ആഴ്ച പോലും ബാക്കിയില്ലാതായിരിക്കവേ UDFിൻ്റെ വിജയ സാധ്യത തന്നെയാണ് എല്ലാവരും വിലയിരുത്തുന്നത്. ഇതുവരെ UDF വിജയിക്കും എന്ന് പറയാൻ 2 കാരണങ്ങളായിരുന്നു ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഒന്ന്, സംസ്ഥാനത്തുടനീളമുള്ള പിണറായി വിരുദ്ധ വികാരം. 2, അതിശക്തമായ ഇടതുവിരുദ്ധ മുസ്ലിം ധ്രുവീകരണം. ഈ 2 കാര്യങ്ങൾ കൊണ്ട് തന്നെ ഇടതുമുന്നണിക്ക് അധികാരമുണ്ടാവില്ല, UDF അധികാരത്തിൽ വരും എന്നായിരുന്നു എല്ലാവരും കണക്കാക്കിയത്. അത് ഏതാണ്ട് ഇപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. സംസ്ഥാന വ്യാപകമായി പിണറായി കണ്ടുകൂടാത്ത മനുഷ്യരുടെ എണ്ണം പെരുകി വരുന്നു. അതിൻ്റെ ഒരു കാരണം നാടുനീളെ ഹോർഡിങ്സുകൾ വെച്ചതും നോട്ടീസുകൾ അടിച്ചതും രക്ഷകൻ പിണറായി മാത്രമാണ്, പിണറായി അല്ലാതെ മറ്റാരെ എന്ന് ചോദ്യം ഉയർത്തിയതുമാണ്. പിണറായിയുടെ അതിപ്രസരം ജനങ്ങളെ അലോസരപ്പെടുത്തി. എന്ന് മാത്രമല്ല, പിണറായി വലിയ അകമ്പടിയോടെ നടക്കുന്നത്, മക്കളുടെയും കുടുംബത്തിൻ്റെയും കാര്യത്തിനു വേണ്ടി ശ്രദ്ധിക്കുന്നത്, ഇവിടുത്തെ ആരോഗ്യമേഖലയെക്കുറിച്ച് പലതും പറഞ്ഞിട്ടും വിദേശത്ത് പോയി ചികിത്സിക്കുന്നത്, ചൂരൽമല മുണ്ടക്കൈ ദുരിതത്തിൽ പോലും കൈയിട്ട് വാരിയത്, ശബരിമല അയ്യപ്പനെ അടിച്ചു മാറ്റാൻ ശ്രമിച്ചത്, ഇങ്ങനെ പിണറായിയുടെ ജീവിതശൈലിയും ഭരണരീതിയും വീട്ടിൽ പോയി ചോദിക്കൂ തുടങ്ങിയ ശൈലികളുമൊക്കെ ജനങ്ങളെ വെറുപ്പിച്ചു. പിണറായി ആരാധിച്ചിരുന്നവർ മുഴുവൻ പിണറായി വെറുക്കുന്നവരായി മാറി. ഏത് മുക്കിൽ മൂലയിലും ചെന്നാലും പിണറായിയുടെ ഭരണം അവസാനിച്ച് കാണാൻ ആഗ്രഹിക്കുന്നവരുടെ എണ്ണം പെരുകുകയും ഈ വികാരം പാർട്ടിക്കാർക്കിടയിലേക്കും വ്യാപിച്ചു. പാർട്ടി പ്രവർത്തകർ പോലും പിണറായിയുടെ അഹന്ത തുടർന്നാൽ പാർട്ടി ബാക്കി ഉണ്ടാവില്ല എന്ന് കരുതി ഇക്കൊരു വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു എന്നതാണ് വാസ്തവം. അതിപ്പോഴും അതിശക്തമായി തുടരുകയാണ്. പിണറായിയുടെ ഭരണം അവസാനിക്കുമെന്ന പ്രതീക്ഷയാണ് സകലർക്കുമുള്ളത്. ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എവിടെയാണ് പിണറായി വിജയൻ? തെരഞ്ഞെടുപ്പിന് ശേഷം പിണറായിയെക്കുറിച്ച് ആരും ഒന്നും കേട്ടിട്ടില്ല, ഒരു പ്രസ്താവന നടത്തി കണ്ടിട്ടില്ല, ഒരു പൊതുപരിപാടിയിലും പങ്കെടുത്ത് കണ്ടിട്ടില്ല. പിണറായി എവിടെയുള്ളതെന്ന് ആർക്കും അറിയില്ല. തിരുവനന്തപുരത്തിരുന്ന് ഭരിക്കുന്നുണ്ടോ അതോ മറ്റെവിടെയെങ്കിലുമാണോ? പിണറായി ഒരുപക്ഷെ ഇതിനോടകം അമേരിക്കയ്ക്ക് പോയി കാണും എന്ന് വിശ്വസിക്കുന്നവർ പോലും ഏറെയുണ്ട്. അത്രമാത്രം നിശബ്ദതയാണ് പിണറായിയെക്കുറിച്ച് മാധ്യമങ്ങൾ പുലർത്തുന്നത്. പിണറായി കേരളത്തിലുണ്ടോ എന്ന് പോലും ആർക്കും അറിയില്ല. അമേരിക്കയിലേക്ക് പിണറായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർ ഏറെയാണ്. ഇതുപോലെ തന്നെയാണ് മുസ്ലിം വോട്ട് ധ്രുവീകരണം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാവരുടെയും പ്രതീക്ഷകളെ അട്ടിമറിച്ചുകൊണ്ട് ഇടതുമുന്നണി സമ്പൂർണ്ണമായി തോറ്റമ്പിയത് മുസ്ലിം ധ്രുവീകരണം മൂലമായിരുന്നു. മുസ്ലിം സ്ഥാനാർത്ഥിയായ ആലപ്പുഴയിൽ മത്സരിച്ച ആരിഫ് ഒഴികെ ബാക്കി 19 LDF സ്ഥാനാർത്ഥികളും തോറ്റമ്പി. ഒരു കാലത്തും CPMനെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് കരുതുന്ന ആറ്റിങ്ങലും പാലക്കാടും കാസർഗോഡും പോലും UDF നേടിയെടുത്തു. CPMനുണ്ടായി തിരിച്ചടിയുടെ പ്രധാന കാരണം മുസ്ലിം ധ്രുവീകരണമായിരുന്നു. അത് പിണറായിക്കെതിരെ ആയിരുന്നില്ല, നേരെ മറിച്ച് മോദിക്കെതിരെയായിരുന്നു. മോദിയുടെ 5 കൊല്ലത്തെ ഭരണം അവസാനിപ്പിക്കാൻ കേരളത്തിലെ മുസ്ലിങ്ങൾ ഒരുമിച്ച് UDFന് വോട്ട് ചെയ്തു. അതുകൊണ്ട് CPMും പിണറായി വിജയനും അടിമുടി ഒലിച്ചുപോയി. അതേ സാഹചര്യം തന്നെയായിരുന്നു 2024 തെരഞ്ഞെടുപ്പിലും. അവിടെയും CPMന് ഒറ്റ സീറ്റ് മാത്രമാണ് നേടിയത്. ഇനി അങ്ങോട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ CPMന് 1-2 സീറ്റിനപ്പുറത്തേക്ക് നേടാൻ കഴിയുന്ന ഒരു സാഹചര്യവും ഇല്ല എന്നതാണ് വാസ്തവം. അതേ സാഹചര്യം തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിച്ചത്. എന്നാൽ ഇത് മോദി വിരുദ്ധമല്ല, പിണറായി വിരുദ്ധമാണ് എന്ന് മാത്രം. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ജനത BJPയെ പ്രതിരോധിക്കാൻ പറ്റിയ കേരളത്തിലെ ഏക നേതാവ് എന്ന നിലയിൽ പിണറായിക്ക് വോട്ട് ചെയ്തെങ്കിൽ അത് കള്ളത്തരമായിരുന്നെന്നും പിണറായി അടിസ്ഥാനപരമായി മുസ്ലിം ജനതയ്ക്കെതിരാണെന്നും തിരിച്ചറിഞ്ഞ് പിണറായിയെ എങ്ങനെയെങ്കിലും പാഠം പഠിപ്പിക്കാൻ അവർ ഒരുമിച്ച് നിന്ന് വോട്ട് ചെയ്ത കാഴ്ചയാണ് കേരളം കണ്ടത്. പിണറായി വിരുദ്ധ വികാരം, CPM വിരുദ്ധ വികാരം മുസ്ലിം സമൂഹത്തിൽ വ്യാപകമായി കുറി പ്രകടമായിരുന്നു. അതുകൊണ്ട് സകലയിടങ്ങളിലും മുസ്ലിം ജനത UDFനാണ് വോട്ട് ചെയ്തത്. ഈ 2 ഘടകങ്ങൾ കൊണ്ട് തന്നെ UDFന് ഇക്കുറി തരംഗമുണ്ടായാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. അതിനിടയിൽ മൂന്നാമതൊരു കാരണം കൂടി ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നു. ഈ 2 കാരണങ്ങൾ അതേപടി നിലനിൽക്കുമ്പോൾ തന്നെ അപ്രതീക്ഷിതമായി നായന്മാരുടെ വോട്ട് UDF നേടി എന്നാണ് ഏറ്റവും പുതിയ ഒരു നിരീക്ഷണം. നമുക്കൊക്കെ അറിയാം, കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിലെ നായന്മാർ അതിശക്തമായി BJP പക്ഷത്തേക്ക് തിരിഞ്ഞിരുന്നു. നായർ സമൂഹത്തിൽ ഭൂരിപക്ഷം പേരും BJPക്കൊപ്പമാണ്. നേതാക്കന്മാർ UDFനൊപ്പമാണെങ്കിലും നായർ സമുദായത്തിലെ അണികളിൽ ഭൂരിഭാഗം പേരും BJPക്കാരാണ്. കേരളത്തിലെ BJP നയിക്കുന്നത് തന്നെ
നായർ ലോബിയാണെന്ന് ആരോപണമുണ്ട്. നായർ സമുദായത്തിന് BJP-യിലേക്കുണ്ടായ ചായ്വാണ് വാസ്തവത്തിൽ UDF-ന് ഉണ്ടായ ഏറ്റവും വലിയ ക്ഷീണം. എന്നാൽ ഇക്കുറി അതിനൊരു മാറ്റം വരുമെന്നും നായർ വോട്ടുകളിൽ നല്ലൊരു ഭാഗം ഇക്കുറി UDF-ന് ലഭിക്കുമെന്നും ചില രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. അതിന് കാരണം വെള്ളാപ്പള്ളി നടേശനെ പിണറായി വിജയൻ ഉയർത്തിക്കാട്ടുന്നത് തന്നെയാണ്. കേരളത്തിലെ നായർ ഈഴവ പക ചരിത്രപരമാണ്. നായന്മാർക്ക് ഈഴവരോടും ഈഴവർക്ക് നായന്മാരോടുമുള്ള ഭിന്നത അതിശക്തമാണ്. UDF അധികാരത്തിൽ വന്നാൽ ഒരു നായരായിരിക്കും മുഖ്യമന്ത്രി എന്നത് നായർ സമൂഹത്തിന് പ്രതീക്ഷ നൽകുന്നു. VD സതീശനാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും അതല്ല KC വേണുഗോപാലാണെങ്കിലും 3 പേരും നായന്മാരാണ്. അതുകൊണ്ട് UDF അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രിയാവുന്നത് നായരാണ് എന്ന കാര്യത്തിൽ സംശയമുള്ള കാര്യമല്ല. അതേസമയം LDF അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രിയാവുന്നത് നായരല്ല എന്ന കാര്യത്തിലും സംശയമില്ല. LDF അധികാരത്തിൽ വന്നാൽ പിണറായി നിർദ്ദേശിക്കുന്ന ഒരു നേതാവോ ആയിരിക്കും. വെള്ളാപ്പള്ളി നടേശനെ ഉയർത്തിപ്പിടിക്കുന്നത് കൊണ്ട് പിണറായി മാറി നിന്നാൽ പോലും വെള്ളാപ്പള്ളിയുടെ താല്പര്യം കൂടി സംരക്ഷിക്കും. അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായ ഒരു നായർ ദുരഭിമാനവും ഇത്തെരഞ്ഞെടുപ്പിൽ നിർണായക ഘടകമായി മാറി എന്നാണ് റിപ്പോർട്ട്. തങ്ങളിൽ ഒരാളായിരിക്കും UDF മുഖ്യമന്ത്രി എന്നതുകൊണ്ട് തന്നെ നായന്മാരിൽ നല്ലൊരു വിഭാഗം ഇക്കുറി UDF-ന് വോട്ട് ചെയ്തു എന്ന് കണക്കുകൾ പറയുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇക്കുറി അപ്രതീക്ഷിതമായ UDF തരംഗത്തിന് കാരണമാകും. ഒരു വശത്ത് പിണറായി വിരുദ്ധ വികാരം മതജാതി വ്യത്യാസമില്ലാതെ ഇടതുമുന്നണിയെ കുഴപ്പത്തിലാക്കി, UDF-ന് ഗുണമുണ്ടാക്കി. മറുവശത്ത് അതിശക്തമായ മുസ്ലിം ധ്രുവീകരണം UDF-ന് ഗുണമുണ്ടാക്കി. മൂന്നാമതൊരു വശത്ത് നായർ മുഖ്യമന്ത്രിക്ക് വേണ്ടി നായന്മാരിൽ നല്ലൊരു ഭാഗവും UDF-ന് വോട്ട് ചെയ്തു. മാത്രമല്ല ശബരിമല അയ്യപ്പ മോഷണ കേസിൽ അയ്യപ്പ ഭക്തരായ നായന്മാർക്ക് കട്ടക്കലിപ്പാണ് പിണറായിയോടെ. അതിന് കലിപ്പ് തീർക്കാൻ BJP-യേക്കാൾ നല്ലത് UDF-ന് വോട്ട് ചെയ്യുകയാണ് എന്ന് ചിന്തിച്ചവരെ കുറ്റം പറയാൻ പറ്റില്ല. എന്നാൽ ഈ 3 ഘടകങ്ങൾ ഒരുമിച്ച് വന്നതുകൊണ്ട് തന്നെ ഇക്കുറി UDF-ന് 100 സീറ്റ് കടന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല. കുറഞ്ഞത് 90 സീറ്റായിരിക്കും UDF-ന് നേടാൻ കഴിയുന്നത് എന്നാണ് കൃത്യമായി രാഷ്ട്രീയം അറിയാവുന്നവർ പറയുന്നത്. ഒരുപക്ഷെ VD സതീശൻ പറഞ്ഞതുപോലെ അത് 100 ആയാലും അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം അത്ര ശക്തമായ സാമൂഹിക ധ്രുവീകരണമാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവിടെ സംഭവിച്ചത്. ഇനി അധിക നാളില്ല എന്തു സംഭവിക്കും എന്നറിയാൻ.